വർഷേ, അമ്മോ, എന്താ സർ? ഇത്രയും പ്രാവശ്യം തന്നെ വിളിച്ചതൊന്നും നീ കേട്ടില്ലേ? ഇല്ല. ഹോളിലിരിക്കുന്ന ഗസ്റ്റിന് ഒരു ചായ കൊണ്ട് കൊടുക്കണം, പെട്ടെന്ന് വേണം. ശരി സർ. സർ, എന്താ? എന്റെ പേര് അമ്മൂന്നോ, വർഷന്നല്ല. എന്റെ കൊച്ചൻ നിന്നെ കാണുമ്പോഴൊക്കെ ഈ പേരെനിക്ക് മാറി പോവാറുണ്ട്. ഇനി മാറില്ല, മാറാതെ ഞാൻ നോക്കിക്കോളാം. പോരെ, നീ വേഗം ചായ ഇട്. ഈശ്വര, ചെകുത്താന്റെ കടലിലെ നടുക്കായി പോയല്ലോ ഞാൻ. വിക്രമിന്റെ മുമ്പിലെ ചായയായിട്ട് ഞാൻ എങ്ങനെ ചെല്ലും? ഈ അഗ്നി പരീക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവതി. ആട്ടെ, ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? അവിടെയുള്ള ആൾക്കാരെ പോലെ ഞാൻ എച്ചിൽ പാത്രം കഴുകണോ അത്ര? എച്ചിൽ പാത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാ പോരാ, കഴുകി വെക്കണം. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുപ്പീരിയർ ഓഫീസർ ഒന്നുമല്ലല്ലോ. അവനവൻ കഴിക്കുന്ന പാത്രത്തിലെ എച്ചില് അവനവൻ തന്നെ കഴുകി വെക്കണം. ഈ എച്ചിപ്പാത്രം കഴുകുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചാടിയാലേ ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വരും. ആഹാരം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത് കുറച്ചിലായിട്ട് കാണുന്നതിന്റെ പ്രശ്നം. നമ്മള് കഴിച്ച ആഹാരത്തിന്റെ പാത്രം മറ്റുള്ളവരെ കൊണ്ട് കഴുകിപ്പിക്കുന്നതാണ് തെറ്റ്. കൊള്ളാം. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് നാവിട്ട് അലച്ചാലുണ്ടല്ലോ, ഒന്നോവ് ഞാൻ. ഹരിതേ, വേണ്ട. അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന പോലത്തെ അഭ്യാസം തൽക്കാലം ഇവിടെ ഇറക്കി കളിക്കണ്ട. വെടക്കാക്കി തനിച്ചാക്കാൻ ആരും മോഹിക്കുകയും വേണ്ട. അങ്ങനെയുള്ള ആർക്കും കുതിര കാണാനുള്ള സാധനമല്ല വന്ദന. ഇവളെന്റെ ഭാര്യ, എന്റെ ഏട്ടത്തിയമ്മ. ആ ബഹുമാനം ഊണിലും ഉറക്കത്തിലും മനസ്സിലുണ്ടാവണം. വന്ദന, എന്താ നമ്മള് പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട്? ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? എനിക്ക് അവിടെ ജീവിക്കാൻ വയ്യ അച്ഛ. അടുത്തു ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ സഹിക്കാം. എച്ചിൽ പാത്രം കഴുകണമെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ അച്ഛ? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാര് ചെയ്യുന്ന പണിയാണോ കരുണാകര ഇതൊക്കെ? അവര് മനഃപൂർവ്വം നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുന്നതാ. കരുണാകര, വേണ്ട. കണ്ടില്ലേ, ഇപ്പൊ അച്ഛനും എന്നെ വേണ്ടാതായി. മോളെ, നീ എന്റെ മോളല്ലേ? നിന്നെ അച്ഛന് വേണ്ടാതാവും. ഒരു കാര്യം ചെയ്യ്, മോള് കുറച്ചു നാൾ ഇവിടെ നിന്ന് ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോയാ മതി. അല്ലെങ്കിലും അത് തന്നെയാ നല്ലത്. ഇനിയുള്ള കാലം നീ ഇവിടെ തന്നെ നിന്നാ മതി. മനുഷ്യന് സമാധാനാണ് വലുത്. ആ, അതെ അതെ അതെ, സമാധാനം തന്നെയാണ് എപ്പോഴും നല്ലത്. കണ്ടു, പക്ഷേ എന്തോന്ന് പക്ഷേ? പക്ഷേ എന്തായാലും നീ അവനിവിടെ പിടിച്ചു നിർത്താതെ വിട്ടില്ലേ? അവനിവിടെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്തുദ്ദേശം? മണ്ണാൻ കട്ട. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം?
എല്ലാം തൊലച്ചിട്ട് കാര്യം അറിയണം പോലും. നല്ലൊരു ചാൻസ് ആയിരുന്നു. ബുദ്ധിയില്ലാത്ത ഇവളെയൊക്കെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ചായ ചായ കുടിക്കേണ്ട ആള് പോയി. ഇത് അശോകേട്ടന് കൊടുക്ക. അങ്ങോട്ട് കൊടുക്ക, മോന്തിക്കോളും. ഞാൻ വന്ദനോട് കാണിച്ചത് വലിയ ചതിയ. വന്ദനയുടെ ഇഷ്ടവും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കാതെ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടി. രാജീവ് മേനോന്റെ കൊലപാതകം ഞാനാണെന്ന് അറിഞ്ഞപ്പോ വന്ദന എനിക്കെതിരായി പ്രവർത്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി വന്ദനയുടെ മനസ്സിൽ രാജീവ് മേനോനോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ ആഴം. വന്ദനെ, ഞാൻ വന്ദനോട് ചെയ്ത ചതിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിക്കാൻ പോവാ.